അപ്പോൾ നമ്മൾ എവിടെ നിർത്തിയത്? ഷൈനി ന്യൂ എൻജിൻ എന്നോട് അവർ ഹെൽപ്പ് ചോദിച്ചു, പക്ഷേ ഷൈനി ന്യൂ എൻജിൻ അവർക്ക് ഹെൽപ്പ് ചെയ്തോ? ഇല്ല അല്ലേ. ദെൻ ദ ടോയ് ക്ലൗൺ കോൾഡ് ഔട്ട്, ഹിയർ കംസ് അനദർ എൻജിൻ, എ ബിഗ് സ്ട്രോങ് വൺ. Maybe this engine will help us. Again the clown waved his flag. The big strong engine came to a stop. The toys and dolls called out together, please help us, big strong engine. Our train is not working, but you can pull us over the mountain. You must help us, or the boys and girls will not have any toy to play with or good food to eat. But the big strong engine did not want to help. I do not pull toys, he said. I pull cars full of heavy load. I pull big trucks. I have no time to help you. And away puffed the big strong engine without a word. So, എന്താണ്? Then the toy clown called out. അപ്പോൾ ടോയ് ക്ലൗൺ വിളിച്ച് പറയാണ്, ഹിയർ കംസ് അനദർ എൻജിൻ. ദാ വേറൊരു എൻജിൻ വരുന്നുണ്ട്. എ ബിഗ് സ്ട്രോങ് വൺ. നല്ല ബിഗ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു എൻജിൻ ദാ വരുന്നുണ്ട്. മേ ബി ദിസ് എൻജിൻ വിൽ ഹെൽപ്പ് അസ്. ചിലപ്പോൾ ഈ എൻജിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യണ്ടാവും. എഗൈൻ ദ ക്ലൗൺ വേവ്ഡ് ഹിസ് ഫ്ലാഗ്. എന്നിട്ട് ക്ലൗൺ എന്ത് ചെയ്തു? ഫ്ലാഗ് വേവ് ചെയ്യാണ്, ഇങ്ങനെ വീശുകയാണ്. ദ ബിഗ് സ്ട്രോങ് എൻജിൻ കെയിം ടു എ സ്റ്റോപ്പ്. അപ്പോൾ ബിഗ് സ്ട്രോങ് എൻജിൻ ആ സ്റ്റോപ്പിലേക്ക് വന്നു. ദ ടോയ്സ് ആൻഡ് ഡോൾസ് കോൾഡ് ഔട്ട് ടുഗെദർ. ടോയ്സും ഡോൾസും ഒരുമിച്ച് പറയാണ്, പ്ലീസ് ഹെൽപ്പ് അസ് ബിഗ് സ്ട്രോങ് എൻജിൻ. ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യോ? അവർ ട്രെയിൻ ഈസ് നോട്ട് വർക്കിംഗ്. ഞങ്ങളുടെ ട്രെയിൻ വർക്കാവണില്ല. ബട്ട് യു ക്യാൻ പുൾ അസ് ഓവർ ദ മൗണ്ടൻ. പക്ഷേ നിനക്ക് ഞങ്ങളുടെ മുകളിലേക്ക് വലിച്ചുകൊണ്ട് പോകാൻ പറ്റും. യു മസ്റ്റ് ഹെൽപ്പ് അസ്. ഞങ്ങൾ ഉറപ്പായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യണം. ഓർ ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ നോട്ട് ഹാവ് എനി ടോയ് ടു പ്ലേ വിത്ത് ഓർ ഗുഡ് ഫുഡ് ടു ഈറ്റ്. അങ്ങനെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ബോയ്സിനും ഗേൾസിനും കളിക്കാനുള്ള ടോയ്സും കിട്ടില്ല, അവർക്ക് കഴിക്കാൻ നല്ല ഫുഡും കിട്ടില്ല. ബട്ട് ദ ബിഗ് സ്ട്രോങ് എൻജിൻ ഡിഡ് നോട്ട് വാണ്ട് ടു ഹെൽപ്പ്. പക്ഷേ ബിഗ് സ്ട്രോങ് എൻജിന് അവരെ ഹെൽപ്പ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഐ ഡു നോട്ട് പുൾ ടോയ്സ്. ഞാനങ്ങനെ ടോയ്സ് ഒന്നും വലിക്കില്ല. അത് പറയുകയാണ്. ഐ പുൾ കാർസ് ഫുൾ ഓഫ് ഹെവി ലോഡ്. ഞാൻ നിറയെ ഹെവി ലോഡ്സ് ഉള്ള കാർസ് മാത്രമേ ഉള്ളൂ വലിക്കുക. ഐ പുൾ ബിഗ് ട്രക്സ്. പിന്നെ ഞാൻ എന്താണ്, നല്ല ബിഗ് ട്രക്കുകളുമാണ് ഞാൻ പുൾ ചെയ്യുള്ളൂ. ഐ ഹാവ് നോ ടൈം ടു ഹെൽപ്പ് യു. എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സമയമൊന്നുമില്ല. ആൻഡ് എവേ പഫ് ദ ബിഗ് സ്ട്രോങ് എൻജിൻ വിതൗട്ട് എ വേർഡ്. വേറൊന്നും പറയാതെ അത് പുകയൂതിയും കൊണ്ട് ആ ബിഗ് സ്ട്രോങ് എൻജിൻ പോവുകയാണ് ചെയ്തത്. സോ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? ദ ബിഗ് സ്ട്രോങ് എൻജിൻ പഫ്ഡ് അവേ വിത്തൗട്ട് എ വേർഡ്. വാട്ട് വാസ് ദ റീസൺ? ഒന്നും തന്നെ പറയാതെ ബിഗ് സ്ട്രോങ് എൻജിൻ പുകയൂതിയും കൊണ്ട് പോയി. എന്തായിരിക്കും കാരണം? സോ ആൻസർ എന്താണ്? ദ ബിഗ് സ്ട്രോങ് എൻജിൻ പഫ്ഡ് അവേ വിത്തൗട്ട് എ വേർഡ്. ഒന്നും തന്നെ പറയാതെ പോയി. ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ ഹി ഡിഡ് നോട്ട് പുൾ ടോയ്സ്. അത് ടോയ്സ് ഒന്നും പുള്ള് ചെയ്യാറുണ്ടായിരുന്നില്ല. ഹി വാസ് യൂസ് ടു പുള്ളിങ് കാർസ് ഫുൾ ഓഫ് ഹെവി ലോഡ്സ് ആൻഡ് ബിഗ് ട്രക്സ്. ബിഗ് ട്രക്സും അതേപോലെ ഹെവി ലോഡ്സ് ഉള്ള കാർസും മാത്രമേ ഉള്ളൂ അത് പുള്ള് ചെയ്തിരുന്നത്. ഹി ഫെൽറ്റ് ഹി ഹാഡ് നോ ടൈം ടു ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ. അതുകൊണ്ട് തന്നെ അത് ലിറ്റിൽ ട്രെയിനിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ടൈം അതിന് ഇല്ലയെന്ന് അത് കരുതി. സോ അതുകൊണ്ടാണ് അത് ഒന്നും പറയാതെ പോയത്. സോ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് നോക്കാം അല്ലേ. പേജ് നമ്പർ 42. The little train was no longer happy, and the dolls and toys were ready to cry. But the clown called out, look, look, another engine is coming, a little blue engine, a very little one. Maybe this engine will help us. The little blue engine was a happy engine. She saw the clown waving his red flag and stopped at once. What's the matter? She asked kindly. Oh, little blue engine, cried the dolls and toys. Will you pull us over the mountain? Our engine is not working. If you do not help, the boys and girls will have no toys or good food. Just over the mountain. Please help us. So നമുക്ക് നോക്കാം എന്താണെന്ന്. The little train was no longer happy. അപ്പോൾ ആരും ഹെൽപ്പ് ചെയ്യാതായപ്പോൾ ലിറ്റിൽ ട്രെയിനിന് ഭയങ്കര സങ്കടമായി. And the dolls and toys were ready to cry. ഡോൾസും ടോയ്സൊക്കെ കരയാറായി. But the clown called out. അപ്പോൾ നമ്മുടെ ക്ലൗണ് വിളിച്ച് പറയാണ്, ലുക്ക് നോക്കിക്കേ, അനദർ എൻജിൻ ഈസ് കമ്മിങ്. ദാ വേറൊരു എൻജിൻ വരുന്നുണ്ട്. എ ലിറ്റിൽ ബ്ലൂ എൻജിൻ. ആരാ വരുന്നത്? ഒരു ലിറ്റിൽ ബ്ലൂ എൻജിൻ. എ വെരി ലിറ്റിൽ വൺ. വളരെ ചെറിയ ഒന്നാണ്. മേ ബി ദിസ് എൻജിൻ വിൽ ഹെൽപ്പ് അസ്. ചിലപ്പോൾ ഈ എൻജിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ വാസ് എ ഹാപ്പി എൻജിൻ. കാണുമ്പോൾ തന്നെ അറിയാം ആ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു എൻജിനാണ്. ഷീ സോ ദ ക്ലൗൺ വേവിങ് ഹിസ് റെഡ് ഫ്ലാഗ് ആൻഡ് സ്റ്റോപ്ഡ് അറ്റ് വൺസ്. അപ്പോൾ നമ്മുടെ ലിറ്റിൽ ബ്ലൂ എൻജിൻ നോക്കിയപ്പോൾ നമ്മുടെ ക്ലൗണ് റെഡ് ഫ്ലാഗ് ഇങ്ങനെ വീശുന്നത് കണ്ടു. അപ്പോൾ ബ്ലൂ എൻജിൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു.
വാട്ട്സ് മാറ്റർ ഷി ആസ് കൈൻഡ്ലി. അപ്പോൾ വളരെ കൈൻഡായിട്ട് ചോദിക്കുകയാണ്, എന്താ കാര്യം? ഓ ലിറ്റിൽ ബ്ലൂ എൻജിൻ ക്രൈഡ് ദ ഡോൾസ് ആൻഡ് ടോയ്സ്. അപ്പോൾ ഡോൾസും ടോയ്സും കരഞ്ഞുകൊണ്ട് പറയാണ്, ഓ ലിറ്റിൽ ബ്ലൂ എൻജിൻ വിൽ യു പുൾ us ഓവർ ദ മൗണ്ടെയിൻ? ഞങ്ങളെ ഈ മൗണ്ടെയിൻ്റെ മുകളിലേക്ക് വലിച്ചു കൊണ്ട് പോവോ? അവർ എൻജിൻ ഈസ് നോട്ട് വർക്കിംഗ്. ഞങ്ങളുടെ എൻജിൻ വർക്ക് ആവണില്ല. ഇഫ് യു ഡു നോട്ട് ഹെൽപ്പ് ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ഹാവ് നോ ടോയ്സ് ഓർ ഗുഡ് ഫുഡ്. നീ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ബോയ്സിനും ഗേൾസിനും നല്ല ഫുഡോ ടോയ്സോ ഒന്നും തന്നെ കിട്ടില്ല. ജസ്റ്റ് ഓവർ ദ മൗണ്ടെയിൻ പ്ലീസ് ഹെൽപ്പ് അസ്. മൗണ്ടെയിൻ്റെ മുകളിലേക്ക് പോകാൻ വേണ്ടി മാത്രം പ്ലീസ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ്. സോ ഇവിടെ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ. ഫസ്റ്റ് എന്താണ്, വിൽ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ? ലിറ്റിൽ ട്രെയിനിനെ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഹെൽപ്പ് ചെയ്യുമോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഹെൽപ്പ് ചെയ്യുമായിരിക്കും അല്ലേ. നെക്സ്റ്റ് എന്താണ്, വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഡിഡ് നോട്ട് ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ? ലിറ്റിൽ ബ്ലൂ എൻജിൻ ലിറ്റിൽ ട്രെയിനെ ഹെൽപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുകയെന്ന്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അല്ലേ. വിൽ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ? അപ്പോൾ ആൻസർ എന്താണ്, യെസ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ വിൽ ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ. ഷീ ഈസ് എ ഹാപ്പി ആൻഡ് കൈൻഡ് എൻജിൻ വിച്ച് ഷോസ് ഷീ ഈസ് റെഡി ടു ഹെൽപ്പ് ദ ഡോൾസ് ആൻഡ് ടോയ്സ്. അപ്പോൾ എന്താണ്, ഹെൽപ്പ് ചെയ്യും. കാരണം എന്താണ്, ഷീ ഈസ് ഹാപ്പി ആൻഡ് കൈൻഡ് എൻജിനാണ് അല്ലേ. അതേപോലെ അത് നമുക്ക് എന്താ കാണിച്ചു തരുന്നത്, ഷീ ഈസ് റെഡി ടു ഹെൽപ്പ് ദ ഡോൾസ് ആൻഡ് ടോയ്സ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഡിഡ് നോട്ട് ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ? ലിറ്റിൽ ട്രെയിനിനെ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഹെൽപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇഫ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഡിഡ് നോട്ട് ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ ദ ടോയ്സ് ആൻഡ് ഗുഡ് ഫുഡ് വുഡ് നോട്ട് റീച്ച് ദ ചിൽഡ്രൻ ഓൺ ദി അതർ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ അല്ലേ. മൗണ്ടെയിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള കുട്ടികൾക്ക് എന്താണ്, ഗുഡ് ഫുഡും അതുപോലെ ടോയ്സും ഒന്നും എത്തിച്ചേരില്ല. ദിസ് വുഡ് മേക്ക് ദ ബോയ്സ് ആൻഡ് ഗേൾസ് വെരി സാഡ് അല്ലേ. ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ആ കുട്ടികളെ അത് സങ്കടത്തിലാക്കും. സോ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. ഓ മൈ ഡിയേഴ്സ് സെഡ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ, ഐ എം നോട്ട് വെരി ബിഗ് ആൻഡ് I do not pull trains. I just work in the yards. I have never been over the mountain. But we must get there before the children wake up, said the toys and dolls. Please. The little blue engine looked at the dolls and toys. She could see that they were not happy. She thought about the children on the other side of the mountain. Without toys or good food, they would not be happy either. The little blue engine pulled up closer. She took hold of the little train. The toys and dolls climbed back into their cars. അപ്പോൾ എന്താണെന്ന് നോക്കിയേ, ഓ മൈ ഡിയേഴ്സ് സെഡ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ. അപ്പോൾ ലിറ്റിൽ ബ്ലൂ എൻജിൻ പറയാണ്, ഐ എം നോട്ട് വെരി ബിഗ്, ഞാൻ അത്ര ബിഗ് ഒന്നുമല്ല. ആൻഡ് ഐ ഡു നോട്ട് പുൾ ട്രെയിൻസ്, ഞാൻ ട്രെയിൻസ് ഒന്നും പുൾ ചെയ്യാറില്ല, വലിക്കാറില്ല. ഐ ജസ്റ്റ് വർക്ക് ഇൻ ദ യാർഡ്സ്, ഞാൻ ഇതുപോലുള്ള സ്ഥലങ്ങൾ അങ്ങനത്തെ യാർഡ്സിലൊക്കെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഐ ഹാവ് നെവർ ബീൻ ഓവർ ദ മൗണ്ടെയിൻ, ഞാൻ മൗണ്ടെയിൻ്റെ മുകളിലേക്ക് ഇതുവരെ പോയിട്ടുമില്ല. ബട്ട് വി മസ്റ്റ് ഗെറ്റ് ദർ ബിഫോർ ദ ചിൽഡ്രൻ വേക്ക് അപ്പ് സെഡ് ദ ടോയ്സ് ആൻഡ് ഡോൾസ്. അപ്പോൾ ടോയ്സും ഡോൾസും പറയാണ്, പക്ഷേ കുട്ടികൾ എണീക്കുന്നതിന് മുൻപ് ഞങ്ങൾക്ക് അവിടെ എത്തണമല്ലോ, പ്ലീസ് ഹെൽപ്പ് ചെയ്യുമോ? ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ലുക്ക്ഡ് അറ്റ് ദ ഡോൾസ് ആൻഡ് ടോയ്സ്. അപ്പോൾ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഡോൾസിനെയും ടോയ്സിനെയൊക്കെ നോക്കുകയാണ്. ഷീ കുഡ് സീ ദാറ്റ് ദേ വർ നോട്ട് ഹാപ്പി. അപ്പോൾ അവർ ഒട്ടും ഹാപ്പി അല്ല എന്ന് നമ്മുടെ ലിറ്റിൽ ബ്ലൂ എൻജിന് മനസ്സിലായി. ഷീ തോട്ട് അബൌട്ട് ദ ചിൽഡ്രൻ ഓൺ ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ. അതേപോലെ മൗണ്ടെയിൻ്റെ അപ്പുറത്തുള്ള കുട്ടികളെക്കുറിച്ചും അത് ആലോചിച്ചു. വിതൗട്ട് ടോയ്സ് ഓർ ഗുഡ് ഫുഡ് ദേ വുഡ് നോട്ട് ബി ഹാപ്പി എയ്തർ. ടോയ്സും ഗുഡ് ഫുഡൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അവരും ഹാപ്പി ആവില്ല. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ പുൾഡ് അപ്പ് ക്ലോസർ. ഷീ ടുക്ക് ഹോൾഡ് ഓഫ് ദ ലിറ്റിൽ ട്രെയിൻ. ദ ടോയ്സ് ആൻഡ് ഡോൾസ് ക്ലൈംബ് ബാക്ക് ഇൻ ടു ദയർ കാർസ്. അപ്പോൾ ലിറ്റിൽ ബ്ലൂ എൻജിൻ കുറച്ചുകൂടി മുന്നോട്ട് വന്നു. എന്നിട്ട് ലിറ്റിൽ ട്രെയിനെ ഹോൾഡ് ചെയ്തു. ദ ടോയ്സ് ആൻഡ് ഡോൾസ് ക്ലൈംബ് ബാക്ക് ഇൻ ടു ദയർ കാർസ്. ഈ ടോയ്സും ഡോൾസൊക്കെ അതുവരെ പുറത്ത് ഇറങ്ങിയിരിക്കുകയായിരുന്നു അല്ലേ, അവരെല്ലാം തിരിച്ച് അവരുടെ കാർസിലേക്ക് കയറി. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ. ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഹൗ ഡസ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഡിഫർ ഫ്രം ദി അതർ എൻജിൻസ്? മറ്റ് എൻജിൻസിൽ നിന്ന് ലിറ്റിൽ ബ്ലൂ എൻജിനുള്ള വ്യത്യാസം എന്താണെന്ന് അല്ലേ. സോ എന്താണ്, ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഈസ് സ്മാളർ ആൻഡ് യൂഷ്വലി വർക്ക്സ് ഇൻ ദ യാർഡ്, നോട്ട് പുള്ളിങ് ഹെവി ലോഡ്സ് ഓർ ട്രാവലിംഗ് ഓവർ മൗണ്ടെയിൻസ് അല്ലേ. ലിറ്റിൽ ബ്ലൂ എൻജിൻ എന്താണ്, സ്മാളറാണ്, അതേപോലെ യൂഷ്വലി അത് യാർഡ്സിലാണ് വർക്ക് ചെയ്യുക. പിന്നെ ഹെവി ലോഡ്സ്
വലിക്കുകയോ അല്ലെങ്കിൽ മൗണ്ടെയിൻസിലേക്ക് ട്രാവൽ ചെയ്യുകയോ ഒന്നും ചെയ്യാറില്ല. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ ക്വാളിറ്റീസ് ദാറ്റ് യു ഫൈൻഡ് ഇൻ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ? ലിറ്റിൽ ബ്ലൂ എൻജിനിൽ നിങ്ങൾ കാണുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് അല്ലേ? ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഈസ് കൈൻഡ്, എംപത്തറ്റിക് ആൻഡ് വില്ലിംഗ് ടു ഹെൽപ്പ് ഈവൻ വെൻ അൺഷ്യൂർ. അപ്പോൾ കൈൻഡാണ്, എംപത്തറ്റിക് ആണ്, പിന്നെയോ ഉറപ്പില്ലെങ്കിലും വേറൊരാളെ ഹെൽപ്പ് ചെയ്യാനുള്ള മനസ്സുണ്ട്. അത് എന്താവുന്നൊന്നും അറിയില്ല, എന്നെ കൊണ്ട് പറ്റുമോ എന്നൊന്നും അറിയില്ല, എന്നാലും ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാം, അങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ള ആളാണ് ആര്? ലിറ്റിൽ ബ്ലൂ എൻജിൻ. സോ ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. At last, the little blue engine said, I think I can climb up the mountain. I think I can. I think I can. Then the little blue engine began to pull. She tugged and she pulled. She pulled and she tugged. I think I can. I think I can, she said. Slowly, slowly, the train started to move. The dolls and toys began to smile and clap. Up the mountain went the little blue engine. And all the time she kept saying, I think I can, I think I can, I think I can. Up, 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 the little engine climbed and climbed. At last the little blue engine said, I think I can climb up the mountain. I think I can, I think I can. അപ്പോൾ ലാസ്റ്റ് ലിറ്റിൽ ബ്ലൂ എൻജിൻ പറയുന്നത് എന്താണ് പറഞ്ഞത്? ഞാൻ കരുതുന്നു എനിക്ക് മൗണ്ടൈൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റും, എനിക്ക് പറ്റുമായിരിക്കും എന്ന് പറയുകയാണ്. ദെൻ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ബിഗാൻ ടു പുൾ. എന്നിട്ടത് ട്രെയിന് വലിക്കാൻ തുടങ്ങി. ഷീ ടാഗ്ഡ് ആൻഡ് ഷീ പുൾഡ്. നല്ല ശക്തിയായിട്ട് ഇങ്ങനെ വലിക്കാൻ തുടങ്ങി. ഷീ പുൾഡ് ആൻഡ് ഷീ ടാഗ്ഡ്. വീണ്ടും വീണ്ടും വളരെ ബലം പ്രയോഗിച്ച് മുന്നോട്ട് വലിച്ചു തുടങ്ങി. ഐ തിങ്ക് ഐ ക്യാൻ, ഐ തിങ്ക് ഐ ക്യാൻ, ഷീ സെഡ്. പറഞ്ഞു എനിക്ക് പറ്റും, എനിക്ക് പറ്റും എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുകയാണ്. സ്ലോലി സ്ലോലി ദ ട്രെയിൻ സ്റ്റാർട്ടഡ് ടു മൂവ്. പതുക്കെ പതുക്കെ ഈ ട്രെയിൻ മൂവ് ചെയ്യാൻ തുടങ്ങി. ദ ഡോൾസ് ആൻഡ് ടോയ്സ് ബിഗാൻ ടു സ്മൈൽ ആൻഡ് ക്ലാപ്പ്. ഇത് കണ്ടപ്പോൾ ഡോൾസും ടോയ്സും ഒക്കെ കൈയടിക്കാനും സന്തോഷിക്കാനും തുടങ്ങി. അപ്പ് ദ മൗണ്ടെയിൻ വെൻ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ. അങ്ങനെ അത് മുകളിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ആൻഡ് ഓൾ ദ ടൈം ഷീ കെപ്റ്റ് സേയിങ്, ഐ തിങ്ക് ഐ ക്യാൻ, ഐ തിങ്ക് ഐ ക്യാൻ, ഐ തിങ്ക് ഐ ക്യാൻ. ഓരോ സമയം മുകളിലേക്ക് പോകുമ്പോഴും എന്ത് പറയുന്നുണ്ട്? എനിക്ക് പറ്റും, എനിക്ക് പറ്റും, എനിക്ക് പറ്റും എന്ന് പറയുന്നുണ്ട്. അപ്പ് 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 ദ ലിറ്റിൽ എൻജിൻ ക്ലൈംഡ് ആൻഡ് ക്ലൈംഡ്. മുകളിലേക്ക് മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. സോ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. എന്തൊക്കെയാണ്? വൈ ഡിഡ് ദ ഡോൾസ് ആൻഡ് ടോയ്സ് സ്റ്റാർട്ട് സ്മൈലിംഗ് ആൻഡ് ക്ലാപ്പിംഗ്? അല്ലേ, എന്തുകൊണ്ടായിരിക്കും അവർ ചിരിക്കാനും കൈയടിക്കാനും തുടങ്ങിയത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വൈ ഡസ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ സേ ഐ തിങ്ക് ഐ ക്യാൻ? എന്താണ് ലിറ്റിൽ ബ്ലൂ എൻജിൻ ഞാൻ വിചാരിക്കണു എനിക്ക് പറ്റും എന്ന് പറയാൻ കാരണം എന്താണെന്ന്, അല്ലേ? അപ്പോൾ എന്തായിരിക്കും കാരണം? ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിക്കേ. ഓക്കെ, നമുക്ക് എഴുതി നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വൈ ഡിഡ് ദ ഡോൾസ് ആൻഡ് ടോയ്സ് സ്റ്റാർട്ട് സ്മൈലിംഗ് ആൻഡ് ക്ലാപ്പിംഗ്? എന്തുകൊണ്ടാണ് അവർ കൈയടിക്കാനും ചിരിക്കാനും തുടങ്ങിയത്? ദ ഡോൾസ് ആൻഡ് ടോയ്സ് സ്റ്റാർട്ടഡ് സ്മൈലിംഗ് ആൻഡ് ക്ലാപ്പിംഗ് ബിക്കോസ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ബിഗാൻ പുള്ളിംഗ് ദ ലിറ്റിൽ ട്രെയിൻ ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് ടു മൂവ് അപ്പ് ദ മൗണ്ടെയിൻ. ലിറ്റിൽ ട്രെയിനെ പുള്ളി ചെയ്യാൻ തുടങ്ങി, അത് പതുക്കെ മൗണ്ടെയിനിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങിയില്ലേ, അതുകൊണ്ടാണ് അവർ കൈയടിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്തത്. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ സേ ഐ തിങ്ക് ഐ ക്യാൻ? എനിക്ക് കഴിയുമെന്ന് ഞാൻ വിചാരിക്കണോ എന്ന് ലിറ്റിൽ ബ്ലൂ എൻജിൻ പറയാൻ കാരണം എന്താണ്? ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ സേസ് ഐ തിങ്ക് ഐ ക്യാൻ ടു മോട്ടിവേറ്റ് ഹെർസെൽഫ് ആൻഡ് കീപ് ഹെർസെൽഫ് ഫോക്കസ്ഡ് ആൻഡ് ഡിറ്റർമിൻഡ് ആസ് ഷീ ഫേസസ് ദ ചാലഞ്ച് ഓഫ് പുള്ളിംഗ് ദ ട്രെയിൻ അപ്പ് ദ മൗണ്ടെയിൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? സ്വയം ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും, അല്ലേ, പിന്നെ ചെയ്യുന്ന കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനും. കാരണം ന്യൂ ചലഞ്ചാണ്, അല്ലേ, ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കാര്യമാണ് മൗണ്ടെയിൻ്റെ മുകളിലേക്ക് കയറി പോകുക എന്നുള്ളത്. അപ്പോൾ സ്വയം മോട്ടിവേറ്റ് ചെയ്യുകയാണ്. അതേപോലെ എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിറ്റിൽ ബ്ലൂ എൻജിൻ അങ്ങനെ പറഞ്ഞത്. സോ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. At last she reached the top of the mountain. Down below lay the city. Hooray, hooray, cried the dolls and animals. The boys and girls will be so happy, all because you helped us, little blue engine, said the toy clown. The little blue engine just smiled, but as she puffed down the mountain, the little blue engine seemed to say, I thought I could, I thought I could, I thought I could.
സോ അറ്റ് ലാസ്റ്റ് ഷീ റീച്ച് ദ ടോപ്പ് ഓഫ് ദ മൗണ്ടെയിൻ. അവസാനം അവർ നമ്മുടെ ലിറ്റിൽ ബ്ലൂ എൻജിൻ മൗണ്ടെയിൻ്റെ മുകളിലെത്തി. ഡൗൺ ബിലോ ലേ ദ സിറ്റി. താഴേക്ക് അതാ സിറ്റി കാണുന്നു. ഹറേ ഹറേ ക്രൈഡ് ദ ഡോൾസ് ആൻഡ് അനിമൽസ്. ഡോൾസും അനിമൽസും ഒക്കെ സന്തോഷം കൊണ്ട് ആർത്ത് വിളിച്ചു. ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ബി സോ ഹാപ്പി. ബോയ്സും ഗേൾസൊക്കെ ഒരുപാട് സന്തോഷിക്കും. ഓൾ ബിക്കോസ് യു ഹെൽപ് ഡസ് ലിറ്റിൽ ബ്ലൂ എൻജിൻ സെഡ് ദ ടോയ് ക്ലൗൺ പറയുകയാണ്, ഇതെല്ലാം നീ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത് കൊണ്ടാണ് ലിറ്റിൽ ബ്ലൂ എൻജിൻ. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ജസ്റ്റ് സ്മൈൽ. ലിറ്റിൽ ബ്ലൂ എൻജിൻ ജസ്റ്റ് ഒന്ന് ചിരിച്ചു. ബട്ട് as she puffed down the mountain, the little blue engine seemed to say, താഴേക്ക് പോകുമ്പോൾ ലിറ്റിൽ ബ്ലൂ എൻജിൻ പറയുകയാണ് എന്താണ്, ഐ തോട്ട് ഐ കുഡ്. ഞാൻ വിചാരിച്ചിരുന്നു എനിക്ക് പറ്റുമെന്ന്. സോ ഇവിടെ നമുക്ക് 2 ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ. വിച്ച് ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി ഡു യു ലൈക്ക് ദ മോസ്റ്റ്? വൈ? നിങ്ങൾക്ക് ഇതിൽ ഏത് ക്യാരക്ടേഴ്സിനെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, എന്തുകൊണ്ടാണ്? സജസ്റ്റ് അനദർ ടൈറ്റിൽ ഫോർ ദ സ്റ്റോറി. ഈ സ്റ്റോറിക്ക് പറ്റിയ വേറൊരു ടൈറ്റിൽ പറയാൻ അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ ക്യാരക്ടേഴ്സാണ് നിങ്ങൾക്ക് ഇഷ്ടമായത്. വിച്ച് ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ഡു യു ലൈക്ക് ദ മോസ്റ്റ്? വൈ? നിങ്ങൾക്ക് ഈ സ്റ്റോറിയിൽ ഏത് ക്യാരക്ടറാണ് ഇഷ്ടമായത്, എന്തുകൊണ്ട്? ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഈസ് ഇൻഡീഡ് എ വണ്ടർഫുൾ ക്യാരക്ടർ ബിക്കോസ് ഓഫ് ഹെർ കൈൻഡ്നെസ് ആൻഡ് വില്ലിങ്നെസ് ടു ഹെൽപ്പ് അതേഴ്സ്. ലിറ്റിൽ ബ്ലൂ എൻജിന് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ക്യാരക്ടറാണ് അല്ലേ. എന്തുകൊണ്ടാണ്? അതിൻ്റെ കൈൻഡ്നെസ്സും അതേപോലെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള വില്ലിങ്നെസ്സും കൊണ്ട്. ദിസ് മേക്സ് ഹെർ എ ഗ്രേറ്റ് റോൾ മോഡൽ ഫോർ റീഡേഴ്സ്, ഷോയിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽപ്പിംഗ് അതേഴ്സ് ആൻഡ് ബിലീവിങ് ഇൻ വൺ സെൽഫ്. റീഡേഴ്സിന് ഒരു റോൾ മോഡലാക്കുന്നുണ്ട് അല്ലേ. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസും അതേപോലെ അവനവനെ വിശ്വസിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസും ഒക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് ക്യാരക്ടേഴ്സ് ഓരോരുത്തർക്കും ഇഷ്ടമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ. ഇനി സജസ്റ്റ് അനദർ ടൈറ്റിൽ ഫോർ ദ സ്റ്റോറി. അതും നമുക്ക് ഇഷ്ടമുള്ള ഒരു ടൈറ്റിൽ എഴുതാം. ഫോർ എക്സാമ്പിൾ ദ കൈൻഡ് ലിറ്റിൽ ബ്ലൂ എൻജിൻ. നമുക്ക് അങ്ങനെ ഒരു നെയിം ഇടാം. അല്ല നമുക്ക് ഇഷ്ടമുള്ള വേറെ ഏത് നെയിം വേണമെങ്കിലും നമുക്കിതിന് കൊടുക്കാം അല്ലേ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് സ്റ്റോറി. എല്ലാവർക്കും ഈ സ്റ്റോറി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്കിനി ആക്ടിവിറ്റീസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.